നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ആണ് കൊളാജൻ. അപ്പോൾ ഒരു കൊളാജൻ എവിടെയൊക്കെ കാണും എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കാണാം, അതുപോലെ തന്നെ നമ്മുടെ ബോൺസിൽ കാണാം, മസിൽസ്, അങ്ങനെയുള്ള ടെൻഡൻസ്, അങ്ങനത്തുള്ള എല്ലാ പാർട്സിലും ഈ ഒരു കൊളാജൻ എപ്പോഴും കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൊളാജൻ്റെ പ്രൊഡക്ഷൻ മേ ബി കുറയുമ്പോൾ അല്ലെങ്കിൽ കൊളാജൻ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു സ്കിൻ ഏജിങ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്കിന്നിൽ റിങ്കിൾസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള എഫക്ട്സ് ഒക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ നമുക്ക് നാച്ചുറൽ ആയിട്ട് എങ്ങനെ നിലനിർത്താം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻസോ മിനറൽസോ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സിനായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് മറിച്ച് നമ്മളെപ്പോഴും ഒരു ജങ്ക് ഫുഡ്സിലോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് സ്കിൻ ഏജിങ് വരാനുള്ള ചാൻസും അല്ലെങ്കിൽ ഈ ഒരു സ്കിന്നിൻ്റെ ഹെൽത്ത് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഏതിലൊക്കെ കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇലവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ നമ്മൾ ആ ഒരു ലൈഫിൽ എപ്പോഴും പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക, കഴിച്ചു പോവുക. അതേപോലെ തന്നെ ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ് കണ്ടൻസ് ഉള്ള ഫുഡ്സ് പ്രോപ്പറായിട്ട് അറിയുന്നത് ഈ ഒരു സീ ഫുഡ്സ്, അല്ലെങ്കിൽ സീ ഫുഡ്സിലായിരിക്കും ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ കൂടുതലായിട്ടും ആഡ് ചെയ്യാൻ നോക്കുക. ഒപ്പം നിറയെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു സീഡ്സ്, അതായത് ഒരു ഫ്ലാക്സ് സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ, അതേപോലെ തന്നെ ഈ ഒരു വാട്ടർമെലൺ സീഡ്സ്, പംകിൻ സീഡ്സ്, അങ്ങനത്തെ ഓരോ വിത്തുകളിലും ഇതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്, ഒപ്പം കുറേ അധികം വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി, ഫ്രൂട്ട്സ് എപ്പോഴും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം അത് വേണം, നമ്മുടെ ലൈഫിൽ അത് വേണം. പക്ഷേ അതോടൊപ്പം ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഹെൽത്തി സ്കിന്നായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമസ്കാരം.